സർവമയം സർവം മായ മോനെ. നിവിൻ പോളിന്റെ ഒരു കംബാക്ക് ആണ് പ്രതീക്ഷിച്ചു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കംബാക്ക് കിട്ടും. ഞങ്ങൾക്ക് കിട്ടിയില്ലേ എന്തായാലും. എടാ ഞാൻ ഒരു ഹോണസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ടില്ല, സീരിയസ്ലി ട്രെയിലർ കണ്ടിട്ടില്ല, ടീസർ കണ്ടിട്ടില്ല. ഞാൻ ആകെ എനിക്കറിയാം നിവിൻ പോളിന്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട് എന്ന് ഞാൻ എവിടെ ഒരു ഇങ്ങനെ സ്വൈപ്പ് ചെയ്തപ്പോൾ കണ്ടു. പിന്നെ ഞാൻ കണ്ടത് പേളിമാണിന്റെ എന്തോ ഒരു ഷോയിൽ ഇങ്ങനെ ഓരെന്തോ സംസാരിക്കുന്നത് കണ്ടു. പിന്നെ കണ്ടത് ഇന്ന് രാവിലെ എന്തോ ഈ പറഞ്ഞ പോലെ ഏതോ ഒരു റിവ്യൂ ഏതോ ഒരുത്തൻ പറയുന്നുണ്ട്. അതിൽ ആ ചങ്ങായി പറയുന്നുണ്ട് നിവിൻ പോളിന്റെ കംബാക്ക് പറഞ്ഞ് ചെന്നതാണ് ഞാന്. നിവിൻ പോളി ഈ പടത്തിൽ കംബാക്ക് വരണ്ട, അടുത്ത പടത്തിൽ കംബാക്ക്. ഞാൻ ഇത്രയും നിവിൻ പോളിന്റെ പടം പിന്നെയും പൊട്ടിയോന്ന് തോന്നി. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അസീമ് എന്നോട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്യലേക്ക്. അപ്പൊ എനിക്ക് ഒരു സീരിയസ്ലി എനിക്ക് താല്പര്യമില്ല, കാരണം എന്തൊക്കെ കേട്ടേക്കണ്. അപ്പൊ ഞാൻ എന്തായാലും രാത്രി വെറുതെ ഇരിക്കില്ല, പടത്തിന് പോയി. ടു ബി ഹോണസ്റ്റ് മോനെ 10 10 കൊടുക്കുകയാണെങ്കിൽ 9 കൊടുക്കുക. കാരണം എൻഡിങ് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു മിക്സപ്പ് ആണെന്നു മോനെ. വിഷയം പടം എന്താ എനിക്ക് പറയാനുള്ളത് പടത്തിനെ കുറിച്ച്? ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യനന്ദിക്കാന്റെ മോനാണ്. ഒരു സാധനം ഞാൻ ഒന്നോട് പറഞ്ഞതാ. ഞാൻ ഒരു സാധാരണ നമ്മൾ പടം കണ്ടിട്ടാണ് അടിപൊളി, എനിക്ക് അങ്ങനെ പറയാറുള്ളൂ. കുറച്ച് ടെക്നിക്കൽ പരമായിട്ടും അതിന്റെ ആൾക്കാരെ പേരൊക്കെ പിന്നെ അധികം അറിയുള്ളൂ. ഡയറക്ടർ ആരെയാണ്? അഖിൽ നമ്മൾ സത്യനന്ദിക്കാണ്ട് ആ ഒരു ടീമായി സത്യം അങ്ങനെ ഇരിക്കാൻ മതി. നല്ല മ്യൂസിക് കിടിലം. ഒരു BGM പോയത് ഹൗസ്ഫുൾ ആയിരുന്നു കംപ്ലീറ്റ്. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ? ഫസ്റ്റ് ഡേയില് സെക്കൻഡ് ഷോക്ക് നമ്മള് കയറിയത്. നല്ല മ്യൂസിക്, നല്ല BGM, സ്റ്റോറി ബിൽഡ് ചെയ്ത രീതി സത്യമായ സ്റ്റോറി ഇങ്ങനെ കൊണ്ടുപോയി കണക്റ്റഡ് ഇങ്ങനെ കൊണ്ടുപോയതാണ്. ഒരു സ്ഥലത്ത് പോലെ നമുക്ക് സ്റ്റോറി സാധനമല്ല നമുക്ക്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മള് നിവിൻ പോളിന്റെ അടുത്ത് പൈസ വാങ്ങി കൊടുത്താൽ അങ്ങനൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷെ എന്നാൽ പോലും ഞാൻ നിവിൻ പോളി ഫാൻ എന്നല്ല. പക്ഷെ ഇത് കണ്ട നിങ്ങളൊരു അങ്ങനെ ഇരിക്കും, പഴയ നിവിൻ പോളിനെ കിട്ടിയില്ല. സത്യം അങ്ങനെ കിട്ടി നമുക്ക്. പ്രത്യേകിച്ച് പറയാനുള്ള ഇതില് ഞാൻ കണ്ടിടത്തോളം ഒരു ക്യാരക്ടേഴ്സും മോശമാക്കിയില്ല. സത്യം ഒരു ക്യാരക്ടേഴ്സും മോശമാക്കിയിട്ടില്ല, ഓവറാക്കിയിട്ടില്ല, അടിക്കൂട്ടിട്ടില്ല. എല്ലാരും ഓരോ റോള് സത്യം കറക്റ്റ് കാസ്റ്റിങ് എല്ലാം പക്കാ സാധനം. അതായത് അതില് നമ്മൾ ആദ്യമായിട്ട് ഒരു പുതുമുഖം തന്നെയല്ലേ അവള് പുതുമുഖ. ഓളെ പേര് പറയും റിയ ഷിബു എന്ന് പറഞ്ഞ ആ കുട്ടി പുതുമുഖാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇന്നേ വരെ ഒരു മൂവിയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മോനെ 10 11 നമുക്ക് ആ റോളിൽ ഓള് സത്യം നമുക്കൊരു പഴയ നെസ്രിയ, ഒരു തുള്ളിച്ചാടി നടക്കുന്ന നെസ്രിയ, പിന്നെ അതേപോലെ തന്നെ ആ ഒരു സാധനം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് കാസ്റ്റിംഗ് അത്ര അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോ ജനാർദ്ദന് മൂപ്പര പഴയ ആൾക്കാര് പഴയ വിന്റേജ് അത് പറയാതിരിക്കാൻ പോലെ അജു വർഗീസിന്റെ കോമഡി എല്ലാം വർക്ക്ഔട്ട് ആയിക്കണം. നമുക്ക് എല്ലാം ചിരിക്കാണ്ട് അത്രയും അടിപൊളി, ലൈക്ക് അത്രയും കോമഡീസ് എല്ലാം വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഇതിന് മുന്നേ ഏതോ ഒരു പടം ഞാൻ പറഞ്ഞില്ല, പടത്തിന് പോയിട്ട് പൊന്നു മോനെ ഇക്കിളിയാക്കിയ പോലെ നമുക്ക് ചിരി വരില്ല. സത്യം ഞാൻ അസീം ഇങ്ങനെ ഇരുന്ന് കണ്ട് ഇങ്ങനെ എന്താ ചിരിക്കാത്ത സത്യം. അത് നമുക്ക് ചിരിക്കാനുള്ള എല്ലാ കോമഡീസും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും പറ്റിയാണ്. സത്യം നമുക്ക് റൈറ്റ് ഓഡിയൻസാ, കറക്റ്റ് ഓഡിയൻസാ. നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ എന്തായാലും പോയി കാണും. പക്ഷെ പ്രഡിക്റ്റബിൾ ആയിക്കാരം, അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ഒന്നല്ല. സത്യം പ്രഡിക്റ്റബിൾ ആണ് സാധനം. ഒരു എപ്പോഴും നമുക്ക് അടുത്ത് എന്താ നടക്കാന്ന് മനസ്സിലാവും. പക്ഷെ എന്നാൽ അടുത്തത് കാണാനൊരു രസമുണ്ട്. അത് ഇങ്ങനെ സാധനം പോണം എങ്ങനെ പോണം ഒരു ഒഴുക്കിൽ അങ്ങനെ. സത്യം എന്തായാലും നിങ്ങൾ പോയി കാണണം, തിയേറ്ററിൽ കാണണം. അങ്ങനെ ആക്കൊന്നും വേണ്ട. അതായത് നിങ്ങളൊരു ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോവാ, അല്ലെങ്കിൽ നിങ്ങളൊരു കപ്പിളായിട്ട് ക്രിസ്മസിന് നിങ്ങൾക്ക് ഒരു കസിൻസ് ആയിട്ട് പോവാ, അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ ഒറ്റക്ക് പോയാൽ പോലും നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ ഒരു തവണ പോലും നിങ്ങളിങ്ങനെ ഉറക്കം വരൂല. സത്യം നമുക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ അസീം ഇരുന്ന് കണ്ട്, അതായത് ഞാൻ പറയുമ്പോ ഈ ട്രെയിലർ ഉണ്ട്, ഇവൻ ഞാൻ ട്രെയിലറും ടീസറും ഒന്നും ഞാൻ ആകെ കണ്ട് രാവിലെ ചങ്ങായി എന്ത് നിവിൻ പോളിന്റെ പടം ഇത്, നിവിൻ പോളി ഇതിലല്ല അടുത്തിൽ കംബാക്ക് വരാൻ പറയും. അപ്പൊ ഞാൻ എന്താ നിവിൻ പോളി ഇത് പിന്നെയും പൊട്ടിയോ? നമുക്ക് നിവിൻ പോളി വരുമ്പോ തട്ടത്തിമറയത്ത് എവിടേക്കെത്തിയത് സത്യം തട്ടത്തിമറയത്ത്, പിന്നെ ഈ പറഞ്ഞ മാതിരി ലൈക്ക് അതൊക്കെ നമ്മ പ്രേമം, അതൊക്കെ നമുക്ക് റിലേറ്റഡ് ആവാ.
വേറൊരാളെ ക്യാമിയോളൊക്കെ ഉണ്ട്, ഒരു ക്യാമിയോളൊക്കെ ഉണ്ട്. അത് ചിലപ്പോ ടീസറിൽ മൂപ്പര് ഉണ്ടായിനാ ഇല്ല ഇല്ലല്ലോ, ടീസർ ഇല്ല തോന്നുന്നു. അതൊക്കെ കാസ്റ്റിംഗ് പക്ക ടു പക്ക. നമ്മൾ കൂടുതൽ നീട്ടി വലിക്കുന്ന സ്റ്റോറി ലൈനും പക്ക. അതായത് ഇതേ സ്റ്റോറി വേറൊന്നിലുണ്ട്. ഏതോ ഇതടാ നെസ്രിയ, പിന്നെ ഈ പറഞ്ഞ മാതിരി ആ പടത്തിന്റെ പേര് നെസ്രിയും പൃഥ്വിരാജിന്റെയും, അത് ആ ഒരു പടം. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് സ്റ്റോറി ആയിക്കാരം നിങ്ങൾക്ക് ഇതാ സ്റ്റോറി. പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു വേ, എല്ലാരും കാസ്റ്റിങ്, നിവിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച മൂപ്പരെ സിനിമാറ്റോഗ്രാഫി, എല്ലാം അടിപൊളിയാണ്. പിന്നെ സോങ് ഒന്നും എനിക്ക്, മ്യൂസിക് ഒക്കെ അടിപൊളി, സോങ് ആവുന്നൊന്നും പറയാനില്ല. ഒരു ഫീൽ ഗുഡ് സോങ് ഉണ്ട്, ഒരു ഫീൽ ഗുഡ് സോങ് ഉണ്ട് ആ സീരീസിൽ ഒന്നുണ്ട്. അത് രസമുള്ള സോങ്. ചിലപ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ സ്പോട്ടിഫൈയിൽ ഒരു ട്രെൻഡിങ്ങിലൊക്കെ കയറാൻ ചാൻസ് ഉള്ള. എല്ലാരും കാസ്റ്റിംഗ് അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ കാണണം, എന്തായാലും കാണണം. നിങ്ങൾക്ക് ക്രിസ്മസ് നിങ്ങൾക്ക് ആഘോഷിക്കാൻ നിങ്ങൾ കൊടുക്കണ പൈസ നിങ്ങൾക്ക് മുതലാവും. 160 റുപ്യ നമുക്ക് മുതലായി. എന്റെ 160 റുപ്യക്ക് മുതലായിക്കണ്. വാങ്ങിയ ചിപ്സും മറ്റേ ഒക്കെ മുതലായിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് സർവം മായ എന്ന് പറഞ്ഞ നിവിൻ പോളിന്റെ പടത്തിന്റെ റിവ്യൂ. നിവിൻ പോളിക്ക് ഇനി നല്ല നല്ല മൂവീസ് കിട്ടട്ടെ. നിവിൻ പോളി അജു വർഗീസ് കോംബോ നല്ലോണം വർക്ക്ഔട്ട് ആയിക്കണ്. അവരെ ബാക്ക് ടു എനിക്ക് അജു വർഗീസ് എനിക്ക് ഓർമ്മ വരുന്ന എന്താ അറിയോ, മറ്റേ തട്ടത്തി മരത്തില്ലേ ഷഡ്ഡി ഞാൻ കൊടുന്നേരം, ഞാൻ ഇപ്പൊ ഷഡ്ഡി ഇടാറില്ല. ആ സാധനമൊക്കെ വർക്ക്ഔട്ട് ആയിക്കണ്. ഐ മീൻ ആ സാധനം മീൻസ് ആ കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിക്കണ്. ഓലെ കാണാൻ കുറച്ച് ചബ്ബി സാധനം. അജു വർഗീസ് ഒക്കെ എന്താ പറയുക ഡബിൾ എക്സൽക്ക് എത്തി, നല്ല ബോഡി ഷെയിം പാടില്ല. ഓക്കെ, എനിവേ ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിക്കണം. നല്ല മൂവിയാണ്. ഞാൻ ഒരു 10 ൽ 10 ഞാൻ കൊടുക്കും. ഞാൻ 10 ൽ 9 കൊടുക്കും. 10 ൽ 9 ഞാൻ 10 ൽ 10 9 കൊടുക്കാം. നോ ഇഷ്യൂസ്. പടത്തിന് മോശം പറയാനൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും എന്തേലൊക്കെ എവിടെയൊക്കെ ഉണ്ടാവില്ല. എന്നാലും ഓൾ ഗുഡ്, ഓൾ പെർഫെക്റ്റ്. നിരാശപ്പെടുത്തൂല. സീരിയസ് നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ പറഞ്ഞു ഈ ഒരു സാധനങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ പടത്തിന് പോയി നിങ്ങൾ അങ്ങനെ ആവില്ല, അത് എന്റെ ഗ്യാരണ്ടി. എനിവേ അതാണ് സർവം മായ എന്ന് പറഞ്ഞതിന് നമ്മളെ റിവ്യൂ. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മളെ അത്ര വലിയ റിവ്യൂവേഴ്സ് മറ്റേ വർഷം നല്ല നമ്മൾ കണ്ട് നമുക്ക് ഫീൽ ചെയ്ത സാധനം. ഇപ്പോൾ സമയം 1:30 മണിയാണ്. നമുക്ക് ഫീൽ ചെയ്ത സാധനം നമ്മൾ പറഞ്ഞെന്നുള്ളൂ. അതിൽ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ നല്ലത് വരാം. എന്താണെങ്കിലും നമുക്ക് അറിയുന്ന പോലെ നമ്മൾ പറഞ്ഞെന്നുള്ളൂ. സ്പോയിലേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയി കാണുക. നിങ്ങളെ പൈസക്കുള്ള മുതലുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന പൈസക്കുള്ള നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മൂവി റിവ്യൂ ഒക്കെ ഇഷ്ടമായെങ്കിൽ അതും കമന്റ് ചെയ്യും. നമ്മൾ അടുത്ത മൂവിക്ക് നമുക്ക് വീണ്ടും കാണാം. കഴിഞ്ഞില്ലേ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫോളോ അല്ല, ഇത് യൂട്യൂബ്. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.